കതിർക്കാനമുറ്റിയ നെല്ലോല സൗന്ദര്യം കേരളത്തിന്റെ കാർഷിക മികവിനെ ചാലിച്ചു ചേർക്കുന്ന പാലക്കാടൻ പാടങ്ങൾ. കറുത്തിരുണ്ട വയൽച്ചെടിയിൽ അധ്വാനത്തിന്റെ വിയർപ്പുമണികൾ വീഴ്ത്തി കാർഷിക നേട്ടം കൈയാളി പൊന്നുവിളയിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ വിജയഗാഥ. കൃഷിയുടെ മഹത്വം വരും തലമുറയ്ക്ക് കൈമാറാൻ ആത്മാർത്ഥതയോടെ മുന്നിട്ടിറങ്ങിയ പാലക്കാട്ടെ കിണാശ്ശേരി സെൻട്രൽ പാടശേഖര സമിതിയുടെ കർഷകമിത്ര തൊഴിൽ സേന. ചെളിയിലിറങ്ങാൻ മടിച്ചു നിൽക്കുന്ന വൈറ്റ് കോളർ ജോലിക്കാരെ ഇവർ മാറി വിളിക്കുന്നു. നാടിന്റെ നെല്ലറകൾ കാക്കാൻ ഒരുമിച്ച് കൈകോർക്കാൻ. കാർഷിക മേഖലയിൽ തൊഴിൽക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് 2009 കിണാശ്ശേരി സെൻട്രൽ പാടശേഖര സമിതി രജിലാലിന്റെ നേതൃത്വത്തിൽ കർഷകമിത്ര തൊഴിൽ സേന രൂപീകരിച്ചത്. നെൽകൃഷി മേഖലയിലെ സ്തുത്യർഹമായ സേവന തലത്തെ മുൻനിർത്തി സംസ്ഥാന സർക്കാർ 2012-2013 മികച്ച പാടശേഖര സമിതിക്കുള്ള നെൽക്കതിർ പുരസ്കാരത്തിന് കിണാശ്ശേരി സെൻട്രൽ പാടശേഖര സമിതിയെ തെരഞ്ഞെടുക്കുകയുണ്ടായി. ഈ തൊഴിൽ സേന തുടങ്ങാനുള്ള കാരണം 2005 ഞങ്ങളിവിടെ കൃഷി ഓഫീസറായിരുന്ന ജോ പൈലാപ്പള്ളി സാറിന്റെ ഒരു നിർദ്ദേശമായിരുന്നു കാരണം. 2005-2006 കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഫാമിങ്ങിന്റെ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ തൊഴിലാളികളെ കിട്ടാതിരുന്നു. ഞാൻ മീനാക്ഷിപുരം, തമിഴ്നാട് ബോർഡർ മീനാക്ഷിപുരത്ത് നിന്ന് പോയിട്ടാണ് ഓട്ടോയിൽ തൊഴിലാളിയെ കൊണ്ടുവന്ന് ഇവിടെ ഞടിയിൽ നിർത്തിയത്. അപ്പോൾ സാറ് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു, മെക്കനൈസേഷനിലേക്ക് ഒന്ന് തിരിഞ്ഞൊന്ന് ഉടയെന്ന് ചോദിച്ചു. മെഷീന് പോകാൻ വേണ്ടി നോക്കുമ്പോൾ എന്ത് പറഞ്ഞൊരു മെഷീൻ കിട്ടാൻ ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ സബ്സിഡിയിലോ കിട്ടണമെങ്കിൽ ഒരു തൊഴിൽ സേന എന്തെങ്കിലും ഇല്ലാതിരുന്നാൽ കിട്ടില്ല എന്നൊന്ന് പറഞ്ഞപ്പോഴാണ് 2009 ഞങ്ങൾ 17 പേർ ചേർന്ന് കൃഷിക്കാരും ഞാൻ ഉൾപ്പെടെ എൻ്റെ വൈഫ് അങ്ങനെ തുടങ്ങി പ്രസിഡന്റിന്റെ വൈഫ് അങ്ങനെ ചേർന്ന് ഞങ്ങൾ കൃഷിക്കാരുടെ വൈഫ് ഭാര്യമാരും ഒരു 3-4 തൊഴിലാളികളും കൂടെ ചേർന്ന് ഒരു 17 പേരുടെ ഒരു ഗ്രൂപ്പായിട്ടാണ് ഞങ്ങൾ തൊഴിൽ സേന തുടങ്ങിയത്. നെൽകൃഷി നിലനിർത്തുക, പുതുതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുക, കാർഷിക മേഖലയിലെ തൊഴിൽക്ഷാമം പരിഹരിക്കുക എന്നീ ലക്ഷ്യങ്ങളുമായാണ് കർഷകമിത്ര മുന്നോട്ടു പോകുന്നത്. പാലക്കാട് ജില്ലയുടെ ഭൂരിഭാഗം മേഖലകളിലും കർഷകമിത്ര തൊഴിൽ സേന കർഷകരുടെ സഹായത്തിനെത്തും. കാർഷിക മേഖലയിൽ തൊഴിലാളികളെ കിട്ടാനില്ലാത്തതിനാൽ നിരവധി കൃഷിക്കാർ ഈ തൊഴിൽ സേനയെയാണ് ആശ്രയിക്കുന്നത്. നടീൽ യന്ത്രത്തിന്റെ സഹായത്തോടെ 17 പേരടങ്ങുന്ന ഈ സംഘം ഒരു ദിവസം 7 ഏക്കർ വരെ ഞാറ് നടുന്നുണ്ട്. യന്ത്രത്തിന്റെ സഹായത്തോടെ 1 ഏക്കർ ഞാറ് നടാൻ ഇവർക്ക് നൽകേണ്ടത് 3000 രൂപ മാത്രം. ഇതേ സ്ഥാനത്ത് യന്ത്രത്തിന്റെ സഹായമില്ലാതെയാണെങ്കിൽ 10,000-ഓളം രൂപയും 30 പേരുടെ അധ്വാനവും കൂടാതെ തൊഴിലാളികൾ നടുമ്പോൾ കിട്ടിയിരുന്നതിനേക്കാൾ വിളവ് കൂടുതലാണ് മെഷീൻ ഉപയോഗിച്ച് നടുമ്പോൾ കിട്ടുന്നതെന്ന് ഭൂവുടമയായ ഉണ്ണികുമാരൻ പറയുന്നു. ഒരു 100 വർഷത്തോളമായിട്ട് പാരമ്പര്യമായിട്ട് കൃഷി ചെയ്ത് വരുന്നുണ്ട്. ആള് പറിച്ച് നടന്നതിലും മെഷീൻ നടിയിലുമായിട്ട് ഒരുപാട് നല്ല വ്യത്യാസമുണ്ട്. ഈടിലും നല്ല വ്യത്യാസമാണ് കിട്ടുന്നത്. ഈ മെഷീൻ നടിയിലും തൊഴിലാളിയെ വെച്ചുള്ള പണി വളരെ ആദായകരമാണ്. ഈ മെഷീൻ നടിയിലിന്റെ നല്ല വിളവാണ് കിട്ടുന്നത്. എനിക്ക് 15 ഏക്കറിൽ മുൻപ് 18-20 ടൺ കിട്ടിയ സ്ഥാനത്ത് 25 മുതൽ 30 ടൺ വരെ കിട്ടിയിട്ടുണ്ട്. കർമ്മസേന പറഞ്ഞ അവർ വളരെ ക്വിക്കായിട്ടും വളരെ ജാഗ്രതയോടുകൂടി പണി വളരെ ഭംഗിയായി ചെയ്തു തരുന്നുണ്ട്. അതിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാറില്ല. ഞാറ് നടിയിൽ മുതൽ നട്ട് കഴിയുന്നത് വരെ വളരെ ശ്രദ്ധാപൂർവം വേണ്ട ഉപദേശങ്ങളൊക്കെ തന്ന് വളം ചെയ്യേണ്ട രീതിയും കീടനാശിനികൾ ഉപയോഗിക്കേണ്ട രീതിയും വളരെ ശ്രദ്ധയോടുകൂടി പറഞ്ഞു തരാറുണ്ട്. അതുപ്രകാരം തന്നെ ഭംഗിയായി ചെയ്ത് തീർക്കുന്നുണ്ട്. നടിയിൽ, കളപ്പറിക്കൽ, കൊയ്ത്തു യന്ത്രങ്ങൾ മുതലായവ തൊഴിൽ സേന സ്വന്തമാക്കിയതോടെ കൃഷിപ്പണികളെല്ലാം യഥാസമയം നടത്താൻ കഴിയുന്നത് ലാഭവഴിയിൽ നിർണായകമാവുകയും ചെയ്തു. തൊഴിൽ സേനയിലെ എല്ലാ പേരും എല്ലാ യന്ത്രങ്ങളും ഉപയോഗിക്കാനും യന്ത്ര തകരാർ വന്നാൽ പരിഹരിക്കാനും സമർത്ഥരാണ്. കർഷക തൊഴിലാളികളുടെ ദൌർലഭ്യം മൂലം സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും കാർഷിക മേഖലയിൽ പ്രതിസന്ധി നേരിടുമ്പോൾ വിത മുതൽ വിളവെടുപ്പ് വരെയുള്ള കൃഷിയുടെ എല്ലാ ഘട്ടങ്ങളിലും
കർഷക മിത്ര തൊഴിൽ സേനയുടെ സജീവ സഹകരണം പാലക്കാട് ദൃശ്യമാണ്. ഇപ്പോൾ അവരുടെ കീഴിൽ ഇപ്പോൾ 7 നടീൽ യന്ത്രവും പിന്നെ ഒരു വലിയ 4 ചക്രമുള്ള നടീൽ യന്ത്രമുണ്ട്. ഇവർക്ക് പല ബ്ലോക്ക് പഞ്ചായത്ത് സ്കീമിലും ജില്ലാ പഞ്ചായത്ത് സ്കീമിലാണ് ഈ നടീൽ യന്ത്രം കിട്ടിയത്. ഇപ്പോൾ ഇവരിവിടെ കണ്ണാടി പഞ്ചായത്തിൽ മാത്രമല്ല, ഇവരല്ലാതെയും പല മറ്റേ അടുത്തുള്ള പഞ്ചായത്തിലും അടുത്തുള്ള ഡിസ്ട്രിക്റ്റിലും ജില്ലകളിലും ഒക്കെ പോയിട്ട് നടീൽ നടത്തി കൊടുക്കാറുണ്ട്. അതുകൊണ്ട് പല കർഷകർക്കും ഇവർക്ക് വരുമാനവും ഉണ്ടായിട്ടുണ്ട്. പല കർഷകരും ഇതിലേക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പറയാനുള്ളത് ഈ കർഷക മിത്ര തൊഴിൽ സേനയുടെ കൺവീനറായ റെജിലാൽ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളതാണ്, യുവ കർഷകനാണ്. അവർക്ക് ഇതിൽ വളരെ താല്പര്യത്തോടെയാണ് ചെയ്യണത്. കൂടുതലും മിക്കവാറും ഇവിടെ നടീൽ സീസൺ കഴിഞ്ഞാലും അത് നടീൽ മെഷീൻ വെറുതെ ഇടാറില്ല. പല അടുത്തുള്ള ഡിസ്ട്രിക്റ്റിലും അടുത്തുള്ള പഞ്ചായത്തിലും നേരത്തെ ബുക്കിംഗ് ഒക്കെ ചെയ്ത് ഇപ്പോഴും പലയിടത്തും പോയിട്ട് നടീൽ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതുകൂടാതെ നടീൽ മാത്രമല്ല ചെയ്യണം, നടീലിന് വേണ്ടിയിട്ട് പായഞ്ഞാട്ടടി അതും എല്ലാം തയ്യാറാക്കിയിട്ടാണ് നടീൽ ചെയ്യണത്. ഇന്നത്തെ എല്ലാ തൊഴിലാളികൾക്കും ഈ നടീൽ യന്ത്രം ഉപയോഗിക്കാൻ നല്ല രീതിയിൽ അറിയാം. നടീൽ മാത്രമല്ല, അല്ലാതെ ഇവർക്ക് വീറ്റ് കട്ടർ, ട്രഷറർ, വിനോവർ അതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഇവർ നല്ല രീതിയിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. പിന്നെ എവിടെയാണെങ്കിലും എത്ര ദൂരെയാണെങ്കിലും അവർ പോകാൻ തയ്യാറുമാണ്. നല്ല രീതിയിൽ വരുത്തിക്കൊണ്ട് കണ്ണാടി പഞ്ചായത്തിലെ എല്ലാ കർഷകർക്കും ഇത് ഉപയോഗപ്രദമാണ്. ആധുനിക കാർഷിക സംവിധാനത്തിലുള്ള പായ് ഞാറ്റടി രീതിയിലാണ് നെൽവിത്ത് മുളപ്പിക്കുക. ഞാറ്റടിക്കുള്ള നിലം ഒരുക്കി 7 മീറ്റർ നീളത്തിലും 4 മീറ്റർ വീതിയിലുമായി തയ്യാറാക്കിയ പോളിത്തീൻ ഷീറ്റ് ഒരുക്കിയ വാരത്തിനു മുകളിൽ നിരത്തുന്നു. തുടർന്ന് പോളിത്തീൻ ഷീറ്റിന് മുകളിൽ ചെളി നിരത്തി അതിൽ സ്യൂഡോമോണസ് ലായനിയിൽ മുക്കിയെടുത്ത നെൽവിത്ത് പാകുന്നു. ഒരേക്കറിന് 20 കിലോഗ്രാം എന്നാണ് വിത്തിന്റെ തോത്. നടീൽ യന്ത്രം ഉപയോഗിച്ചാണ് ഞാറ് നടുക. 1 അടി വീതം നീളമുള്ള ഷീറ്റുകളിലായി മുറിച്ചെടുക്കുന്ന ഞാറ്റടി മെഷീനിൽ ഘടിപ്പിച്ച് നട്ടു നീങ്ങുന്നു. കളയെടുപ്പ്, വളപ്രയോഗം, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ കർമ്മസേനയുടെ സൂക്ഷ്മതയാർന്ന ശ്രദ്ധ പതിക്കാറുണ്ട്. കർഷക മിത്ര തൊഴിൽ സേന മികച്ച പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മാത്രമല്ല, കർഷകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അവർ നൽകുന്നുണ്ട്. കീടങ്ങൾ, കളനാശിനി പ്രയോഗം, വളപ്രയോഗം, മാത്രമല്ല ഒരു കർഷകന് വേണ്ടി വരുന്ന എല്ലാ നിർദ്ദേശങ്ങളും നൽകി പ്രോത്സാഹിപ്പിക്കുന്ന പാടശേഖര സമിതിയും തൊഴിൽ സേനയും കണ്ണാടി കൃഷിഭവനും ഒരു സംയുക്തമായ ഒരു പ്രചോദനം നൽകിക്കൊണ്ട് കൃഷിക്കാർക്ക് ഏറ്റവും നല്ല മാർഗനിർദ്ദേശം തന്നുകൊണ്ടിരിക്കുന്ന അതുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ 1 സെന്റ് പോലും തരിശിടാതെ കൃഷിക്കാര് കൃഷി ചെയ്യാൻ ഇന്ന് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കൃഷിഭൂമി തരിശിട്ടും നിലം നികത്തിയും നെൽകൃഷിയെ പാടെ അവഗണിച്ചും കൃഷി നഷ്ടമെന്ന് വിലപിക്കുന്ന ഇന്നത്തെ സാമൂഹികതയിൽ മലയാള മണ്ണിന്റെ സ്വന്തം കാർഷിക വിജയചരിതം കാലത്തിനു മുൻപിൽ എഴുതുകയാണ് പാലക്കാട്ടെ ഈ കർഷക മിത്ര തൊഴിൽ സേന. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേതനം ഒന്നുപോലെ. ഡിഗ്രിക്കും PGക്കുമൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വരെ പാർട്ട് ടൈമായി തൊഴിൽ സേനയിൽ തൊഴിലെടുക്കാറുണ്ട്. കൃഷിയോട് താൽപര്യവും അധ്വാനിക്കാൻ മനസ്സുമുണ്ടോ? കർഷക മിത്ര അക്കാര്യത്തിൽ എല്ലാവരുടെയും മിത്രമാണ്. ഞങ്ങൾ ഈ തൊഴിൽ സേന രൂപീകരിച്ചത് ഈ തൊഴിലാളിക്ഷാമം പരിഹരിക്കാനും കൃഷി നിലനിർത്താൻ വേണ്ടിയാണ്. ഞങ്ങൾ കർഷകരുടെ ആവശ്യാനുസരണം പാലക്കാട് ജില്ലയിലെ എല്ലാ പഞ്ചായത്തിലും നടീൽ നടത്തി കൊടുക്കാറുണ്ട്. കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വരെ പാർട്ട് ടൈം ഞങ്ങൾ തൊഴിൽ സേനയിൽ ജോലിക്ക് വരാറുണ്ട്. ഇനി കൃഷിയോട് താല്പര്യമുള്ള ആർക്കും തൊഴിൽ സേനയിൽ അംഗമാകാം. വിത്തുൽപാദനത്തിലൂടെ നെൽകൃഷിയിൽ നേട്ടത്തിന് മറുവഴി കണ്ടെത്തുകയാണ് തൊഴിൽ സേനാ സെക്രട്ടറി രജിലാൽ.
നെല്ലിനേക്കാൾ വില നെൽവിത്തിന് ലഭിക്കും എന്ന തിരിച്ചറിവാണ് അതിലേക്ക് തിരിഞ്ഞത്. പരമ്പരാഗത കർഷക കുടുംബത്തിലെ അംഗമായ രജിലാൽ അഹമ്മദാബാദിലെ സോഫ്റ്റ്വെയർ കമ്പനിയിൽ നിന്ന് ജോലി രാജിവെച്ചാണ് കുടുംബസ്വത്തായ 7 ഏക്കർ സ്ഥലവും 6 ഏക്കർ പാടം കൂടി പാട്ടത്തിനെടുത്തുമാണ് പൂർണ്ണമായും കൃഷിയിലേക്ക് ഇറങ്ങിയത്. 2003 കേരള സീഡ് അതോറിറ്റിക്ക് വേണ്ടി എല്ലാ സീസണിലും ഗുണമേന്മയുള്ള നെൽവിത്ത് നൽകാൻ അവസരമുണ്ടായി. അന്നു മുതൽ വിത്ത് ഉൽപാദനത്തിന് വേണ്ടി മാത്രമാണ് രജിലാലിന്റെ നെൽകൃഷി. അച്ഛന്റെ അനുഭവ സമ്പത്തും മകന്റെ ആവേശവും കൂടി ചേർന്നപ്പോൾ അന്നു മുതൽ നെൽകൃഷിയിൽ നിന്ന് വൻ വിജയം കൊയ്യുകയാണ്. എൻ്റെ അച്ഛൻ എനിക്ക് കൈമാറിയിട്ടുള്ള ഭൂമിയാണ് എൻ്റെ കയ്യിലുള്ളത്. അത് ഞാൻ എൻ്റെ മകന് കൊടുക്കുന്നു. അയാളുടെ മക്കൾക്ക് കൊടുക്കണം. അങ്ങനെ നിലനിന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഈ പ്രദേശത്ത് ഇപ്പോൾ കർഷകർക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ കിട്ടിയാൽ നല്ല ഉൽപ്പാദനം ഉണ്ടാക്കാം. ഇപ്പോൾ തന്നെ മാങ്കൊമ്പ് യൂണിവേഴ്സിറ്റി ഒരു പുതിയ തരം വിത്ത് ഉൽപ്പാദിപ്പിച്ച് ഞങ്ങളുടെ കയ്യിൽ പരീക്ഷണാർത്ഥം തന്നിട്ടുണ്ട്. ഉമയിൻ്റെ വേറൊരു വ്യത്യാസത്തിലുള്ള ഒരു സാധനമാണ്. ഉമയിൽ ഈ മഴക്കാലത്ത് 1-ാം വിളയ്ക്ക് വാരിപ്പൂ വരും, ആ ഫംഗസ്. അത് വരാതിരിക്കാനുള്ള ഒരു പുതിയ വിത്ത് കണ്ടുപിടിച്ചിട്ട് ഡോക്ടർ ലീനാകുമാരി മാഡം കണ്ടുപിടിച്ചിട്ടുള്ള ഒരു വിത്ത് ഇവിടെ വിളയിറക്കാൻ 5 കിലോ കൊഴുന്ന മുളക്കിൽ എനിക്ക് അനുവദിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ വിളയിറക്കി. ആ വിത്തിൻ്റെ പേര് ശ്രേയസ്. അതിപ്പോൾ കൊയ്തു. ഏകദേശം ഒരു 35 സെന്റിലാണ് 5 കിലോ വിത്ത് ഉപയോഗിച്ച് ഞങ്ങൾ യന്ത്രനടി നടത്തിയത്. ഇപ്പോൾ കൊയ്ത് മെതിച്ച് കണക്കാക്കി നോക്കിയപ്പോൾ ഒരു 850ഓളം കിലോ ആ പ്രദേശത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ വയക്കോലിൽ കൂടെ കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് പറയാൻ പറ്റില്ല, ആൾ കൊയ്തതാണ്. അത് വേണ്ടത്ര ശരിയാക്കാൻ പറ്റിയില്ല. അങ്ങനെ പുതിയ തരം വിത്തുകൾ ഉൽപ്പാദിപ്പിച്ച് കൊടുത്തുകൊണ്ട് കർഷകരെ നിലനിർത്തുക, അതുപോലെ ഉൽപ്പാദനത്തിന് ന്യായമായ വില നൽകുക. ഇപ്പോൾ ഗവൺമെന്റ് 19 നിന്ന് 21.50 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കും അതൊരു 25 രൂപയിലെത്തിക്കണം. ഇന്നത്തെ കൃഷിച്ചെലവിനനുസരിച്ച് പോകുമ്പോൾ 25 രൂപ കിട്ടിയാലേ മതിയാവൂ. അതിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധ വേണം. ഈ മേഖല നിലനിർത്താൻ ഈ ഗവൺമെന്റും പ്രത്യേകിച്ച് കൃഷിവകുപ്പ് മന്ത്രിയും ശ്രമിക്കും എന്നുള്ള ആത്മമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പാട്ടത്തിനെടുത്തത് ഉൾപ്പെടെ 26 ഏക്കർ സ്ഥലത്താണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. പാട്ടത്തുക ഏക്കറിന് 15,000 രൂപ. 2007 വരെ ജ്യോതി ഇനമായിരുന്നു കൃഷി ചെയ്തിരുന്നത്. പിന്നീട് കാഞ്ചനയിലേക്ക് മാറി. ജ്യോതിയാണെങ്കിൽ 18 മുതൽ 20 ദിവസത്തിൽ പറിച്ചു നടാം. കാഞ്ചനയോ ഹർഷയോ ആണെങ്കിൽ 20 മുതൽ 25 ദിവസം കഴിയണം. ഉൽപാദനം താരതമ്യേന കുറവാണെങ്കിലും കാഞ്ചന നെന്മണികൾക്ക് തൂക്കം കൂടുതലാണ്. അതിനാൽ യഥാസമയം കൊയ്തില്ലെങ്കിൽ നെല്ല് ചാഞ്ഞു വീഴും. വിത്തിനു വേണ്ടി കൃഷി ചെയ്യുമ്പോൾ കലർപ്പ് വരാതെ സൂക്ഷിക്കുകയാണ് പ്രധാനം. 7 വർഷം മുൻപ് കൃഷി ചെയ്തിരുന്ന ജ്യോതി ഇനം ഇപ്പോഴും കാഞ്ചനയിൽ തലനീട്ടു. 2002 ഞാൻ ഈ കൊയ്ത നെല്ല് വിത്തിന് ഷോർട്ടേജ് വന്നപ്പോൾ സീഡ് അതോറിറ്റിയിൽ നിന്ന് വന്ന് ആ വിത്ത് നെല്ല് എൻ്റെ നിന്ന് വിത്താക്കി എടുത്തിട്ട് പോയി. അപ്പോൾ നോക്കുമ്പോൾ അന്നൊരു 3 രൂപ സാധാരണ ഓപ്പൺ മാർക്കറ്റിൽ വെച്ച ഒരു 3 രൂപയുടെ ഒരു മാർജിൻ ഉണ്ട് എന്ന് കണ്ടപ്പോൾ അന്നിങ്ങനെയാണ് ഞാൻ വിത്തിലോട്ട് തിരിഞ്ഞത്. പിന്നെ ലീസിനെടുത്തപ്പോൾ ഏകദേശം ഇപ്പോൾ ഞാൻ 28 ഏക്കറോ ഭൂമി ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. അത് മൊത്തം വിത്തായിട്ടാണ് ചെയ്യുന്നത്. അതും ഈ ഞങ്ങളുടെ തൊഴിൽ സേനയിലുള്ള അംഗങ്ങളും വിത്തായിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾ 25 ഏക്കറോളം സ്ഥലം, 25 ഹെക്ടർ സ്ഥലമോളം ഞങ്ങൾ വിത്തിന് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ പാടശേഖരത്തിൽ. അത് ഞങ്ങൾ തൊഴിൽ സേന അംഗങ്ങളാണ് മിക്കവാറും എല്ലാവരും. അവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലെന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 21 രൂപ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്കത് വിത്താക്കി കൊണ്ട് പ്രോസസ്സിങ് ചെയ്താൽ 30 രൂപ കിട്ടുന്നുണ്ട്. ഒരു 3-4 രൂപയുടെ ഒരു ലാഭം ഒരു കിലോയിൽ കിട്ടുന്നൊരു വിശ്വാസം കൊണ്ടാണ് നമ്മളത് വിത്തിന് ചെയ്യുന്നത്. വിത്ത് സംഭരണശാലയും ഉണക്കുതറയും നിർമ്മിക്കാൻ 2011 സീഡ് അതോറിറ്റി സഹായിച്ചു. മൊത്തം നിർമ്മാണ ചെലവായ 8.5 ലക്ഷം രൂപയ്ക്ക് 75% സബ്സിഡിയും ലഭിച്ചു.
കൊയ്ത് മെതിച്ച് 12% താഴെ ഈർപ്പം വരുന്ന രീതിയിൽ നെല്ലുണക്കി എടുത്ത ശേഷം കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ വന്ന് സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് അയക്കുന്നു. ഫലം വന്ന ശേഷം വിന്നോവർ ഉപയോഗിച്ച് നെല്ല് പാറ്റി മുറുനെല്ലുകൾ വേർതിരിച്ച് വിത്തിന്റെ ഗുണമേന്മ ഉറപ്പാക്കി സീഡ് അതോറിറ്റിക്ക് കൈമാറുന്നു. സീഡ് അതോറിറ്റി ഏക്കറിന് 2000 കിലോ കണക്കാക്കി വിത്ത് എടുക്കാറുള്ളൂ. എന്നാൽ ഉൽപാദനം ഏക്കറിന് ശരാശരി 2500 മുതൽ 2800 കിലോയാണ്. ഇതിൽ വിത്തിനുള്ള 2000 കിലോ കഴിഞ്ഞുള്ളവ പുറം വിപണിയിൽ വിൽക്കുകയാണ് രജിലാൽ ചെയ്യുന്നത്. ഇതിനു പുറമെയാണ് തൊഴിൽ സേനയിൽ നിന്നുള്ള വരുമാനം. ചുരുക്കത്തിൽ എല്ലുമുറിയെ പണിയെടുത്താൽ എറ്റിയോസിൽ കറങ്ങും. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാന വിത്ത് വികസന അതോറിറ്റി വിത്ത് ബാഗുകൾ വിതരണം ചെയ്യും. മാലിന്യ നിർമ്മാർജ്ജനത്തിന് മലേഷ്യൻ വാള. സംസ്ഥാന വിത്ത് വികസന അതോറിറ്റി കർഷകർക്ക് വിത്ത് ബാഗുകൾ നേരിട്ട് എത്തിച്ചു കൊടുക്കുന്ന പദ്ധതി ആരംഭിക്കുന്നു. ഗുണമേന്മയുള്ള ശുദ്ധീകരിച്ച വിത്ത് കിലോഗ്രാമിന് 25 രൂപ നിരക്കിൽ 30 കിലോഗ്രാം ബാഗുകളാക്കിയാണ് കർഷകർക്ക് നൽകുന്നത്. നെൽവിത്ത്, പച്ചക്കറി വിത്ത് എന്നിവ ഈ രീതിയിൽ ലഭിക്കും. സംസ്ഥാനത്തെ 33 വിത്തുൽപാദന കേന്ദ്രങ്ങളിൽ നിന്നായി കാർഷിക സർവകലാശാലയുടെ മേൽനോട്ടത്തിൽ കൃഷി ചെയ്ത സർട്ടിഫൈഡ് വിത്തുകളാണ് കർഷകർക്ക് വിത്തു ബാഗുകളിലൂടെ നൽകുക. ഈ പദ്ധതിയിൽ പങ്കാളികളാകാൻ താൽപര്യമുള്ള പാടശേഖര സമിതികളോ വ്യക്തികളോ കൃഷിഭവനിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കർഷകർക്കായി മിൽമ പോത്തു വളർത്തൽ പരിശീലനം നൽകുന്നു. നവംബർ 16 മുതൽ 18 വരെ തൃശൂർ രാമവർമ്മപുരത്തുള്ള മിൽമ ട്രെയിനിംഗ് സെന്ററിലാണ് പരിശീലനം. താൽപര്യമുള്ളവർ നവംബർ 14 മുമ്പ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0487 269 5869. വർദ്ധിച്ചുവരുന്ന മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഫിഷറീസ് വകുപ്പ് മലേഷ്യൻ വാള വളർത്തൽ പദ്ധതി നടപ്പാക്കുന്നു.
ഗാർഹിക മാലിന്യങ്ങൾ നൽകി വളർത്താവുന്ന മത്സ്യമാണ് മലേഷ്യൻ വാള. ഈ വർഷം വിവിധ നഗരങ്ങളിലെ 300ഓളം വീടുകളിൽ മാലിന്യ നിർമ്മാർജ്ജന യൂണിറ്റുകൾ തുടങ്ങും. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് കോർപ്പറേഷനുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 3 മീറ്റർ നീളത്തിലും 2 മീറ്റർ വീതിയിലും 1.5 മീറ്റർ ആഴത്തിലുമുള്ള സിമന്റ് ടാങ്കുകളിലാണ് വാളയെ വളർത്തുക. ഇതിനായി 50,000 രൂപയുടെ സബ്സിഡി സഹായമുണ്ട്. ഓരോ ടാങ്കിലും 50ഓളം മലേഷ്യൻ വാളകളെ വളർത്താം. പട്ടഗേഷ്യസ് ഇനത്തിൽപ്പെട്ട മലേഷ്യൻ വാള ഗാർഹിക മാലിന്യങ്ങൾ തിന്ന് വളരെ വേഗം വളരും. 10 മാസം കൊണ്ട് വിളവെടുക്കാം. സാധാരണ മത്സ്യങ്ങളെപ്പോലെ വെള്ളത്തിന്റെ ഗുണനിലവാരം പ്രശ്നമല്ല. ഫിഷറീസ് വകുപ്പിന്റെ മത്സ്യകൃഷി വികസന ഏജൻസി നടപ്പിലാക്കുന്ന പദ്ധതിയിൽ അംഗമാകുവാൻ ജില്ലാ ഫിഷറീസ് ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. മൃഗസംരക്ഷണ വകുപ്പിന്റെ പ്രത്യേക കന്നുകുട്ടി പരിപാലന പദ്ധതിയിൽ ഈ വർഷം 1 ലക്ഷം പൈക്കിടാങ്ങൾക്ക് സൗജന്യ നിരക്കിൽ തീറ്റ നൽകും. 3 മാസം മുതൽ 7 മാസം വരെ പ്രായമുള്ള പൈക്കിടാങ്ങൾ സ്വന്തമായുള്ള കർഷകർക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. സംസ്ഥാനത്തെ ക്ഷീരസംഘങ്ങൾ വഴിയാണ് പദ്ധതി നടപ്പാക്കുക. സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും വിവിധ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് 1 ലക്ഷം പൈക്കിടാങ്ങളെ കന്നുകുട്ടി പരിപാലന പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത്. ഇതുപ്രകാരം തീറ്റയും മരുന്നും ഇൻഷുറൻസ് സഹായവും 50% സബ്സിഡിയോടുകൂടി ലഭിക്കും. ക്ഷീര കർഷകർക്ക് 7,500 രൂപ മുതൽ 12,500 രൂപ വരെ സബ്സിഡി ലഭിക്കും. താൽപര്യമുള്ള ഗുണഭോക്താക്കൾ പഞ്ചായത്തുകളിലെ ഗവൺമെന്റ് മൃഗാശുപത്രികളുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കോഴിക്കോട് 10,800 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 9,800, കൊപ്ര കോഴിക്കോട് 7,000, തൃശൂർ 6,730, കുരുമുളക് അൺഗാർബിൾ 68,000, ഗാർബിൾ 71,000, ചുക്ക് മീഡിയം 19,000, ബസ്റ്റ് 20,500, മഞ്ഞൾ സേലം 7,700, ഈറോഡ് 8,000, അടയ്ക്ക 24,000-നും 25,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 10,800, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,100, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 10,900, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,150. കമ്പോള നിലവാരം കൊച്ചി. കുരുമുളക് അൺഗാർബിൾ 68,000, ഗാർബിൾ 71,000, ചുക്ക് മീഡിയം 19,500, ബസ്റ്റ് 20,500, അടയ്ക്ക പുതിയത് 24,000-നും 25,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200-നും 220-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 380-നും 400-നും മധ്യേ. ജാതിപത്രി 500-നും 850-നും മധ്യേ. ഗ്രാമ്പു 750. റബ്ബർ RSS 5ാം ഗ്രേഡ് 10,800, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,100, ഒട്ടുപാൽ 7,000, ലാറ്റക്സ് 8,000 രൂപ. കമ്പോള അവലോകനം. കൊച്ചിയിൽ ഇന്ന് നടക്കുന്ന ദീപാവലി മുഹൂർത്ത വ്യാപാരത്തെ ദക്ഷിണേന്ത്യൻ നാളികേര കർഷകർ ഉറ്റുനോക്കുകയാണ്. ഇന്ന് 5 മുതൽ 6 മണി വരെയാണ് കൊച്ചിയിൽ ദീപാവലി മുഹൂർത്ത വ്യാപാരം നടക്കുക. രാജ്യത്തെ ഭക്ഷ്യ എണ്ണ വിപണികൾ ഏറെ പ്രാധാന്യത്തോടെയാണ് ഇന്നത്തെ വ്യാപാരത്തെ വീക്ഷിക്കുന്നത്. കുരുമുളക് വിപണിയിലും ഇന്ന് മുഹൂർത്ത വ്യാപാരം നടക്കും. ഉത്തരേന്ത്യക്കാരിൽ നിന്നും ആഭ്യന്തര വ്യാപാരികളിൽ നിന്നും കുരുമുളകിന് ഡിമാൻഡുണ്ട്. ഗാർബിൾഡ് കുരുമുളക് 71,000 രൂപയിലാണ്. മുഹൂർത്ത വ്യാപാരത്തിൽ നിരക്കുയർത്തി ഉൽപ്പന്നം ശേഖരിക്കാനാണ് സാധാരണ ഇടപാടുകാർ താൽപര്യം കാണിക്കുക. രാജ്യാന്തര മാർക്കറ്റിൽ റബ്ബർ വിലയിൽ നേരിയ ഉണർവ് ദൃശ്യമായെങ്കിലും ആഭ്യന്തര വ്യാപാരികൾ ഉത്സവ ദിനങ്ങൾക്ക് ശേഷം മാത്രമേ രംഗത്ത് തിരിച്ചെത്തൂ. കൊച്ചി, കോട്ടയം മാർക്കറ്റുകളിലും കാര്യമായ ഷീറ്റ് വിൽപ്പനയ്ക്ക് എത്തിയില്ല. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 31.4, 25.5, കൊച്ചി 30.4, 23.4, ആലപ്പുഴ 31.5, 25.3, പുനലൂർ 32.4, 23.5, തിരുവനന്തപുരം കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. കൂട്ടാനിൽ മസാല കൂടുതലാ. എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ആവശ്യം എത്രയോ അത്രയാവുന്നു. അല്ലേ, എനിക്ക് വല്ലപ്പോഴും പിടിക്കുന്നതാ. നിങ്ങളോ എപ്പോഴും പാടത്തെ കണ്ണിൽ കണ്ട കീടനാശിനി ഇടുന്നു. അതെന്താ? നേരാ മോള് പറഞ്ഞത്. നോക്ക്, വയലിൽ എത്ര വേണോ അത്രയേ മരുന്നടിക്കാവൂ. ഓർത്തോളൂ, കീടനാശിനി വിഷമാണെന്ന് മറക്കണ്ട. ടിന്നിൽ എഴുതിയിട്ടുള്ള കണക്കിലെ മരുന്നടിക്കാവൂ. ആദ്യം ഫെറോമോൺ ട്രാപ്പ്, ലൈറ്റ് ട്രാപ്പ്, മിത്രകീട്, ജൈവ കീടനാശിനി ഇവ ഉപയോഗിക്കുക.
ആവശ്യമെങ്കിൽ മാത്രം രാസകീടനാശിനി പ്രയോഗിക്കുക. രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് കയ്യുറ, മോസ്ക്, നീളൻ കൈയുള്ള ഉടുപ്പിവ ധരിച്ച് മരുന്നടിക്കുക. കാറ്റിനൊപ്പിച്ച് മരുന്നടിക്കുമ്പോൾ പിന്നിലായി നിൽക്കുക. മരുന്നിന്റെ ടിൻ, തളിക്കൽ യന്ത്രം ഇവ സുരക്ഷിത സ്ഥാനത്ത് സൂക്ഷിക്കുക. എന്താ ഇപ്പൊ വല്ലതും മനസ്സിലായോ? ഓ, മനസ്സിലായി എന്റെ പൊന്നെ. ഇനി പറ്റില്ല അബദ്ധം. ഇവളെ നിന്നെ കുടിപ്പിച്ചില്ലേ വെള്ളം?